എനിക്കൊന്ന് ജയശേട്ടൻ്റെ ആ ഒരു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജയശേട്ടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടി, എനിക്കറിയില്ല അത് എന്താവുമെന്ന്, അതിൽ നെഗറ്റീവ് ഷെയ്ഡ് വരുന്നുണ്ട്, പോസിറ്റീവ് ഷെയ്ഡ്, അങ്ങനെ പലതും ഉണ്ടെന്ന് പറഞ്ഞ്. അതിനകത്തൊരു എക്സാമ്പിളായിരുന്നു മാർക്കോയുടെ ഒരു എക്സാമ്പിൾ. അതിൻ്റെ ഓഡിയൻസ് റെസ്പോൺസ് കണ്ടപ്പോൾ എന്തായിരുന്നു ജഗദീഷ് ചേട്ടന് തോന്നിയത്? അല്ലെ, വളരെ സന്തോഷം തോന്നി കേട്ടോ, വളരെ സന്തോഷം തോന്നി. കാരണം അതിലൊരു 90% വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. അത് ചിലർ എക്സലൻ്റ് എന്ന് പറഞ്ഞു, ചിലർ ഓക്കെ എന്ന് പറഞ്ഞു, ചിലർ ഗുഡ് എന്ന് പറഞ്ഞു, ചിലർ ഓക്കെ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായിരുന്നാലും വളരെ മോശം എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിട്ടില്ല. അത് എടുക്കേണ്ട ഇതില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു 10%ഓ 5%ഓ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടർ ഇയാളുടെ കയ്യിൽ അത്ര സേഫ് ആയില്ല എന്ന് വിചാരിക്കുന്ന ഒരു സെക്ഷനും ഉണ്ട്, ചെറിയ ഒരു 5%. പക്ഷെ മെജോറിറ്റിയുടെ കൂടെ പോവുകയാണല്ലോ ഡെമോക്രസി എന്ന്. അപ്പൊ മെജോറിറ്റിയുടെ തീരുമാനത്തിന്റെ കൂടെ ഞാൻ സഞ്ചരിക്കുകയാണ്. ഇതേപോലെ ഇനിയും ഇതിനേക്കാളും ക്രൂരനായിട്ടുള്ള കഥാപാത്രം വന്നാലും ഞാൻ റെഡിയാണ്. സംവിധായകരോട് പറയാണ്, കൈരളിയിലൂടെ സംവിധായകരോട് ഞാൻ പറയാണ്, ഇനി കുറച്ചുകൂടെ ക്രൂരതയുള്ള തന്നാലും ഞാൻ റെഡിയാണ്. അതെ, എന്തായാലും മാർച്ച് 7-ാം തീയതി പരിവാർ നമ്മുടെ തിയേറ്ററിലേക്ക് വരികയാണ്. സോ ഫൈനലി എന്നെ ഓഡിയൻസിനോട് പറയാനുള്ളത്, ഒരു ഡിഫറെന്റ് എന്റർടൈനർ ആയിരിക്കും, അത് മാത്രമാണ് ക്ലെയിം ചെയ്യാനുള്ളത്. അത് വ്യത്യസ്ത രീതിയിൽ സിനിമയെ സമീപിക്കുന്ന ഉത്സവ് ഫഹദ് എന്ന 2 ചെറുപ്പക്കാരുടെ സ്വപ്നമാണ് ഈ സിനിമ. അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു പാത അവർ വെട്ടിത്തെളിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. ഈ ശ്രമത്തിൽ അവരുടെ കൂടെ ഞങ്ങൾ 100% നിന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട പിന്തുണ പ്രേക്ഷകർ കൊടുത്താൽ അത് ഞങ്ങൾക്കും ഉപകാരമായിരിക്കും. യെസ്, എല്ലാവരും കൂടെ ഒരുമിച്ച് യെസ്, ഞങ്ങളും എക്സ്പെക്ട് ചെയ്യാണ് വലിയ സക്സസ് ആവട്ടെ. താങ്ക് യു സോ മച്ച്.